ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പിണക്കം മാറി NSS, മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന SNDP യോഗം. ഒടുവിലിതാ സമസ്തയുടെ വേദിയിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല. ഒന്നരാണ്ടപ്പുറമുള്ള തിരഞ്ഞെടുപ്പുന്നമാക്കി കോൺഗ്രസിൽ കസേരകളി തുടരുകയാണ്. ഒന്നാമനാകാൻ ഒരുങ്ങിയിറങ്ങിയവർക്ക് മുന്നിലേക്ക് സമുദായ സംഘടനാ നേതാക്കളുടെ സമ്മതഭാരം എടുത്തുവെച്ച് ത്രാസിലെ തട്ട് താഴ്ത്തി വെച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മുൻപൊരു ഉമ്മൻചാണ്ടി കാലത്ത് താക്കോൽ സ്ഥാനപ്രസംഗത്തിനു പിന്നാലെ ആഭ്യന്തരം നൽകിയ കോൺഗ്രസിന് ഭരണമുള്ളപ്പോഴെല്ലാം സമുദായ നേതാക്കളുടെ വാക്ക് കേൾക്കുന്നവർ എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാലം മാറിയിട്ടും പതിവ് തുടരുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ചോദ്യമിതാണ്, രമേശ് ചെന്നിത്തല സർവ്വസ്വീകാര്യനോ? മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനായ A സജീവൻ, ലീഗിൽ നിന്നും ഷാഫി ചാലിയം എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ ശ്രീ NP ചെക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ നാളെ മന്നം ജയന്തിയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. ആ ചർച്ച നേരത്തെ നടത്തിയതാണ്. SNDP യോഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു. നാളെ ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ജാമിയ കമ്മിറ്റി തയ്യാറാക്കിയ പരിപാടിയിലേക്ക്, സമസ്തയുടെ പരിപാടിയിലേക്കും രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയാണ്. നേരത്തെ തന്നെ ലീഗിന് കുറച്ചുകൂടി സ്വീകാര്യനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണാൻ പോകുന്നത്? കുറച്ചുകൂടി എല്ലാവർക്കും സ്വീകാര്യനായ നേതാവ് എന്നതിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരികയാണോ ശ്രീ NP ചെക്കുട്ടി? അല്ല, രമേശ് വളരെ സീനിയർ ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യനാണ്. കോൺഗ്രസ്സിലെ ഇപ്പോഴുള്ള ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാർലമെൻ്ററി പൊളിറ്റീഷ്യൻ രമേശ് തന്നെയാണ്. അക്കാര്യം തർക്കമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് UDF വരികയാണെങ്കിൽ അദ്ദേഹം ആ തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ടാവും. അപ്പോൾ അത് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ തന്നെ രമേശിൻ്റെ ഒരു വലിയ പ്രോബ്ലം അദ്ദേഹം ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വിഷയം വന്നിരുന്നു. താക്കോൽ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വെക്കണം എന്നുള്ള മട്ടിൽ NSS പറഞ്ഞത് യഥാർത്ഥത്തിൽ രമേശിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയത്. കാരണം താക്കോൽ സ്ഥാനം ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആളല്ല NSSൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. അത് രമേശിന് വേണ്ടിയിട്ട് അത് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ക്രെഡിബിലിറ്റിയെ വലിയ തോതിൽ അത് ബാധിക്കുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം തീർച്ചയായും എല്ലാ സമുദായ സംഘടനകളുമായി യോജിച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പൊളിറ്റീഷ്യൻ നിലയ്ക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെത് എന്ന വിഷയത്തിൽ ഊന്നിയായിരിക്കും അദ്ദേഹമാണോ വേറെ വല്ലവരുമാണോ കേരളത്തിന് നേതാവായിട്ട് വരുന്നത് എന്ന വിഷയം നിശ്ചയിക്കുന്നത്. ഒരു ജാതിമത ശക്തികളുടെ, സാമുദായിക ശക്തികളുടെ മാത്രം ആളായിട്ട് കേരളത്തിൽ ഇന്ന് വരെ ഒരാൾക്കും കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. ആ നിലയിൽ അത്തരത്തിലുള്ള ശക്തികളുടെ മാത്രം ഒരു ഏജന്റോ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരാളോ എന്ന മട്ടിൽ അത് സമുദായ ശക്തികൾ രമേശിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആ തരത്തിൽ അദ്ദേഹത്തെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് രമേശിനും ഗുണം ചെയ്യാൻ പോലില്ല, കേരളത്തിനും ഗുണം ചെയ്യാൻ പോലില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം വളരെ ശക്തനായ നേതാവാണ്. നിർഭാഗ്യവശാൽ സമുദായ ശക്തികൾ അദ്ദേഹത്തെ തങ്ങളുടെ ആളായിട്ട് പലപ്പോഴും അമിതമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അത് ദോഷം ചെയ്യും. അതുകൊണ്ടായിരിക്കണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയം പോലെയല്ല. CPM രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇന്നയാളെ നിർദ്ദേശിക്കണം എന്ന രൂപത്തിൽ സമുദായ സംഘടനകൾക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ, പരസ്യമായി പ്രകടിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഒരു താക്കീതിൻ്റെ ഭാഷയിലൊന്നും പ്രതികരിക്കാൻ പൊതുവെ സമുദായ സംഘടനകൾക്ക് സാധിക്കാറില്ല. പക്ഷേ ചെന്നിത്തലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ആ പ്രസംഗം കേട്ടതാണ് സുകുമാരൻ നായരുടെ. അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് പരസ്യമായി തന്നെ അതിനെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു സാഹചര്യവും, ആ 11 വർഷത്തെ മാറി നിൽക്കൽ അവസാനിക്കുന്നു എന്നിടത്താണ് നമ്മൾ NSS രമേശ് ചെന്നിത്തല വീണ്ടും ഐക്യപ്പെടുന്നു എന്നുള്ള ചർച്ച തന്നെ നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ അവർ പ്രധാനമായി കണക്കാക്കുന്നു. വർഷമിത്ര കഴിഞ്ഞിട്ടും അവരുടെ വാക്കിനപ്പുറം ഒരു പ്രതികരണം നടത്താനോ അല്ലാതെ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഏത് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്? ഒരുപക്ഷെ AK ആന്റണി കാണിച്ചു കാണും. വേറെ ആരുണ്ട്?
അല്ല, ഞാൻ അതിനെ പറയുന്നത്, കേരളത്തിൽ കോൺഗ്രസ് ആയാലും ശരി, മറ്റേത് പാർട്ടികളായാലും ശരി, കേരളത്തിലെ ഒരു മതേതര മനസ്സുള്ള ഒരു വിശാലമായ ജനവിഭാഗം പുറത്തുണ്ട്. ഏതെങ്കിലും ഒരു ജാതി മത സമുദായ നേതാവിൻ്റെയോ അവയാളുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ആളുകളുടെയോ പിന്നെ നിലപാടുകൾക്കോ താല്പര്യത്തിനോ അനുസരിച്ച് തുള്ളുന്ന ഒരാളാണ് കേരളത്തിൻ്റെ നേതാവെന്ന് വന്നു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിൽ നിന്ന് അകലാനാണ് ഇടയുള്ളത്. കാരണം നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ആയാൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിൽ സമുദായ ശക്തികൾ യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയ ദുരന്തമാണ് എന്ന മട്ടിലാണ് ഈവൻ സമുദായങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും ബോധ്യമുണ്ടത്. സമുദായങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ സമുദായ നേതാക്കൾ ഈ സമുദായത്തിനും മറ്റ് അന്യ സമുദായത്തിനും പ്രശ്നമാണ് എന്ന മട്ടിൽ, പ്രത്യേകിച്ച് വർഗീയതയുടെ വിഷയത്തിലൊക്കെ പല സമുദായ നേതാക്കളും എടുക്കുന്ന അനാവശ്യമായ വർഗീയ പ്രവർത്തനങ്ങൾ, വർഗീയമായ നിലപാടുകൾ, ആ തരം കാര്യങ്ങളോട് ബന്ധപ്പെട്ട സമുദായങ്ങൾക്കകത്ത് പോലും എതിർപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സമുദായ നേതാക്കളുടെ കൂടെ നിൽക്കുന്നതും അവരെ പ്രീതി വാങ്ങുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരാളുടെ ആളായിട്ട് വരികയാണെങ്കിൽ അത് ദോഷം ചെയ്യാനാണ് ഇടയുള്ളത്. കാരണം വിശാലമായ ഒരു കേരളീയ സമൂഹം പുറത്തുണ്ട്. ആ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഒരാളുടെ ഡിഗ്നിറ്റിയെ കുറച്ച് കാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നാൽ അത് ഗുണം ചെയ്യാനിടയില്ല. രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ആ നിലയിലൊന്നും, കാരണം NSS ആയിട്ടുള്ള തർക്കങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ട്, നല്ലതാണ്. മറ്റു സമുദായങ്ങളുമായിട്ടും കൂടുതൽ ബന്ധപ്പെടുന്നത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറം കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ, കേരളത്തിലെ ഒരു മതേതര മനസ്സുള്ള ആളുകളുടെ മനസ്സിൽ കൂടി രമേശ് സ്ഥാനം പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ അതോ VD സതീശനോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കേണ്ട പേര് എന്ന ചർച്ച ഇവിടെ മാധ്യമങ്ങൾ ആദ്യം തുടങ്ങി വെക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഒരു വിമർശനം താങ്കൾക്ക് ഉന്നയിക്കാം. പക്ഷേ അവരായിട്ട് അതിനൊരു സാഹചര്യം ഒരുക്കുന്നു, അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് അവർ തന്നെ നമ്മളെ നയിക്കുന്നു എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഞാനിതാ ഇന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവർ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, താങ്കൾക്കും അറിയാം. സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങില്ല എന്ന പ്രയോഗം VD സതീശൻ നല്ല കൃത്യമായിട്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം എവിടെയൊക്കെ അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് അന്ന് പറഞ്ഞതെന്നും സമുദായ നേതാക്കൾക്ക് നന്നായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ഒന്നും മയപ്പെടുത്തുന്ന ഒരു സമീപനം എടുത്തതായും നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ VD സതീശനോ രമേശ് ചെന്നിത്തലയോ എന്ന ചർച്ചകൾ ഇങ്ങനെ തുടരുമ്പോൾ പലയിടത്തേക്കും ഒരുപോലെ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരാളായി രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകളിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സ്മൃതി, പരിപാടികൾക്ക് ക്ഷണിക്കപ്പെടുക അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുക, ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ പരിപാടികളിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ക്ഷണിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും രാഷ്ട്രീയത്തിന് എന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ ചെക്കൂട്ടി പറഞ്ഞു കേരളത്തിനൊരു മതേതര മനസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതിനോട് യോജിച്ചെന്നുകൊണ്ട് പറയുകയാണ്. സ്മൃതി നേരത്തെ CPM-ൻ്റെ കഥ പറഞ്ഞു. CPM-ൻ്റെ അടുത്ത് ആരും കൽപ്പിക്കില്ല അല്ലെങ്കിൽ അഭിപ്രായം പറയില്ല. കോൺഗ്രസ്സുകാർ മുഴുവൻ സാമുദായിക സംഘടനകൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അത് ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഒരു മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ ചില അഭിപ്രായം പറയും, അതൊക്കെ കേൾക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ സ്മൃതി അത്യാവശ്യം കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ആളാണല്ലോ. കോൺഗ്രസിൻ്റെ ചരിത്രം കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏത് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചൊരു പേരായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത്? ഉമ്മൻചാണ്ടി, അതിന് മുമ്പ് ആൻ്റണി, കരുണാകരൻ, അതിന് മുമ്പ് വേറെ പല ആർശങ്കർ അടക്കമുള്ള പല ആളുകൾ. ഇവരാരെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചതിൻ്റെ പേരിലോ ആണ് മുഖ്യമന്ത്രിയായത് എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ അത്ഭുതകരമാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉറപ്പാക്കി. മുസ്ലിം ലീഗ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ നിൽക്കുമെന്നല്ലാതെ ഇതുവരെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാവണം, ഇന്ന ആളാവണം, അല്ലെങ്കിൽ മന്ത്രിമാർ ഇന്നവരൊക്കെ ആകണം എന്നൊക്കെ പറഞ്ഞതായിട്ട് എനിക്കിതുവരെ എൻ്റെ ഒരു അനുഭവത്തിലില്ല. അത് മാത്രമല്ല, ഇനി അങ്ങനെ ഇത്തവണ അവരങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു.
കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് ഒരു സേ വേണം എന്ന് തീരുമാനിച്ചാൽ അതിനവർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അതുപോലെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അവർ ചേർന്ന് തീരുമാനിക്കുമ്പോഴല്ലേ രമേശ് ചെന്നിത്തലയെ അല്ലെങ്കിൽ ലീഗിൻ്റെ പിന്തുണ ഉറപ്പാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റുക. സ്മൃതി പറഞ്ഞു NSSൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നു, SNDPയുടെ യോഗത്തിൽ പങ്കെടുത്തു. SNDPയുടെ യോഗമല്ല, വൈക്കത്ത് നടന്ന ആ ചടങ്ങിനെ കുറിച്ചാണെങ്കിൽ അത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. ഇപ്പോൾ അദ്ദേഹം ഈ സമസ്തയുടെ ജാമിയ നൂരിയ എന്നോ മറ്റോ പറയുന്നത്, ഞാൻ അതൊരു സ്ഥാപനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമസ്തയുടെ കീഴിലുള്ള ആളാണ്, അതൊരു സ്ഥാപനം മാത്രമാണ്. അവിടെ ഒരു ചടങ്ങിൽ പ്രസംഗിക്കാൻ രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ മുഴുവൻ അംഗീകാരം അല്ലെങ്കിൽ പിന്തുണ കിട്ടിയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയല്ല, ജാമിയ കമ്മിറ്റിയാണ് ഈ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്. ആ കമ്മിറ്റിയിൽ സാദിഖ് അലി തങ്ങളടക്കമുള്ള സമസ്ത നേതാക്കൾ അതിലെ പ്രതിനിധികളാണ്. മാത്രമല്ല, ഈ ലീഗ് വിരുദ്ധരെ വെട്ടിയത് ഇതേ കമ്മിറ്റിയാണ്. അപ്പോൾ ശക്തമായ ഒരു കമ്മിറ്റിയാണ്, ഒരു നിലപാട് പറഞ്ഞ് അതിൽ ഒരു സേയുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ ആ കമ്മിറ്റി പറയുന്നതനുസരിച്ചാണ് അതിലേക്ക് അതിഥികളെ ക്ഷണിക്കുന്നത്. ആയിക്കോട്ടെ സ്മൃതി, ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. സമസ്തയിൽ തന്നെ ഇപ്പോൾ രണ്ടഭിപ്രായമാണ് പല കാര്യങ്ങളിലും. സമസ്ത ഇപ്പോൾ ഏതാണ്ട് അത് ഭിന്നിച്ചെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രണ്ടഭിപ്രായങ്ങൾ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. ഇത് സമസ്തയുടെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, കോഴഞ്ചേരിയിൽ പമ്പ മണപ്പുറത്ത് ഒരു മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. പണ്ടൊക്കെ അത് ലണ്ടനിലെ കെസ്വിക്ക് കൺവെൻഷൻ കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ ക്രൈസ്തവ കൺവെൻഷൻ. അതിപ്പോൾ അതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോഴും അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനാണെന്നാണ് പറയുന്നത്. അതിൽ ക്ഷണിച്ചിരിക്കുന്നത് VD സതീശനെയാണ്. അദ്ദേഹം അവിടെ ഈ കൺവെൻഷൻ ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ പോവുക. മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് CV കുഞ്ഞിരാമനെ അന്നത്തെ മർത്തോമ സഭയുടെ ഏബ്രാഹാം മർത്തോമ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ശശി തരൂരിന് ഒരിക്കൽ അവസരം കിട്ടി. മൂന്നാമതായിട്ടൊരു രാഷ്ട്രീയ നേതാവ്, അവിടെ രാഷ്ട്രീയ നേതാക്കൾ ചെല്ലും, അവിടെ വേദിയിലിരുത്തും, അവിടെ നല്ല പൊസിഷനും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും. പക്ഷെ പ്രസംഗിക്കുന്ന മൂന്നാമത്തെ ആൾ VD സതീശനാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ മുഴുവൻ അല്ലെങ്കിൽ മർത്തോമ സഭയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സതീശനാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ശശി തരൂർ, അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസ്സിൽ ഒന്ന് കാലുറപ്പിക്കാനൊരു ശ്രമം നടത്തി. ഞാനൊക്കെ ചർച്ചകളിലൊക്കെ അതിനെ അനുകൂലിച്ച ആളാണ്. കാരണം അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിലെ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്നതും ആ പാർട്ടിക്ക് നല്ലതാണെന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം കോഴിക്കോട് മുതൽ തെക്കോട്ട് എത്ര സാമുദായിക സംഘടനകളുടെ NSS അടക്കം എനിക്ക് തോന്നുന്നു ലീഗുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിലും പങ്കെടുത്തു. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ? അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ, UDF വരികയാണെങ്കിൽ അദ്ദേഹമായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഊതിപ്പെരിപ്പിക്കാം എന്നല്ലാതെ NSSന്റെ ഒരു യോഗത്തിന് വിളിച്ചുകൊണ്ട് പലസ്തീൻ വിഷയത്തിലൊക്കെ ശശി തരൂർ എടുത്ത നിലപാടാണ് പിന്നീട് ലീഗിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ സാമുദായിക സംഘടനകളുടെ സേ എത്രയുണ്ട് എന്ന് ആലോചിക്കുമ്പോഴും സമസ്തയുമായി ബന്ധപ്പെട്ട, സമസ്ത എന്നാൽ ലീഗ്, ലീഗ് എന്നാൽ സമസ്ത എന്ന രൂപത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ ഇവർ. അപ്പോൾ ലീഗിന് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ അവർ സ്വാഭാവികമായും മുന്നോട്ട് വയ്ക്കും. അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഒരു പേരായി ചെന്നിത്തല വരുന്നോ എന്നുള്ള സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം, UDF യോഗങ്ങൾ വിളിക്കുന്നില്ല. UDF ചെയർമാൻ എന്ന നിലയ്ക്ക് യോഗങ്ങൾ വിളിച്ചില്ല, ലീഗിനോട് അഭിപ്രായങ്ങൾ തേടിയില്ല, അല്ലെങ്കിൽ ലീഗ് നേതാക്കളെ കാണാൻ VD സതീശൻ അങ്ങനെ വരുന്നില്ല, ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുന്നു, കോൺഗ്രസിൻ്റെ തന്നെ യോഗങ്ങൾ വിളിക്കുന്നില്ല എന്ന വിമർശനം ലീഗിനുണ്ട്. ലീഗ് ഇപ്പോൾ ഇതൊന്നും പുറത്തു പറയാത്ത, ലീഗിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലൊരു വിഭാഗത്തിൻ്റെ പിന്തുണ ചെന്നിത്തലയ്ക്ക് കിട്ടി എന്ന് ഞാൻ കേൾക്കുകയാണ്. താങ്കളും കേട്ട് കാണുമല്ലോ ചില കാര്യങ്ങൾ. സ്മൃതി, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന കാര്യത്തിൽ ലീഗ് ഒരു കാരണവശാലും ഇടപെടുമെന്ന് നമ്മൾ ഇതുവരെയുള്ള ഇതപര്യന്തമുള്ള ചരിത്രം നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ കരുതാനോ പറ്റത്തില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ യോഗം വിളിക്കുന്നുണ്ടോ, UDFൻ്റെ യോഗം വിളിക്കുന്നുണ്ടോ, ലീഗുകാരുടെ കാണാൻ പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? പ്രതിപക്ഷ നേതാവ് ലീഗ് നേതാക്കളെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ പോയിട്ട് ലീഗ് നേതാക്കന്മാരെയൊക്കെ കാണണമെന്ന് അങ്ങനെയൊന്നുമില്ല. അത് ലീഗ് ആഗ്രഹിക്കുന്നില്ലല്ലോ.
അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അത് ലീഗ് യോഗത്തിൽ പറയുക എന്നുള്ളതില്ലാതെ അതിനപ്പുറത്ത് മറ്റെന്താണുള്ളത്? അപ്പം നമ്മൾ വെറുതെ ഇല്ലാത്ത ഒരു പൂച്ചയെ കിടന്ന് ഇരുട്ടത്ത് തപ്പുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മണൽക്കൂനയെ വലിയ മഹാപർവ്വതം ആക്കുകയാണ്. ഈ ഒരു സമ്മേളനത്തിന് വിളിച്ചു, അല്ലെങ്കിൽ NSS വിളിച്ചു. NSS വിളിച്ചതിൻ്റെ അകത്ത് രമേശിന് സന്തോഷിക്കാനൊരു വകയുണ്ട്. കാരണം അദ്ദേഹം ആ സംഘടനയുമായിട്ട്, അദ്ദേഹത്തിൻ്റെ സമുദായമാണ്, ആ സംഘടനയുമായിട്ടുണ്ടായിരുന്നൊരു വലിയ അകൽച്ചയുണ്ടായിരുന്നു. ആ അകൽച്ച മാറ്റാൻ സാധിക്കുന്നു, അത് നല്ല കാര്യമാണ്. പിന്നെ ഇതൊക്കെ രമേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സഹായകരമായി വരുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ നമ്മൾ ഇതുകൊണ്ട് ഈ കാരണങ്ങളാൽ സതീശനെ മറികടന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളെ മറികടന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അദ്ദേഹമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞു. നാളെ ശശി തരൂറിന് വന്നുകൂടെ? അദ്ദേഹമാണ് UDF നയിക്കാൻ, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാൻ കഴിവുള്ള നേതാവെന്ന് ഹൈക്കമാൻഡിന് തോന്നിയാൽ KC വേണുഗോപാലിന് വന്നുകൂടെ? അദ്ദേഹം സംഘടനാ സെക്രട്ടറി അല്ലേ, വാസ്തവത്തിൽ രണ്ടാമനല്ലേ? അദ്ദേഹം താല്പര്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വന്നുകൂടെ? ഇതൊക്കെ വളരെ ഫ്ലൂയിഡായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി 1.5 വർഷം കൂടെ ഉള്ളപ്പോൾ, 1.5 വർഷം വലിയ കാലമൊന്നുമല്ല, അത് പെട്ടെന്നങ്ങ് പോകും. പക്ഷേ നമ്മുടെ കൊച്ചു കാര്യങ്ങൾ വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ നിഗമനങ്ങളിലേക്ക് എത്തുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിഗമനങ്ങളല്ല സർ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, ഇപ്പോൾ നേതാക്കൾ സ്വയം അവരെ തന്നെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണല്ലോ ആ രൂപത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം, നമ്മൾ ഈ ചർച്ച നടത്തുന്നതിൻ്റെ അതുകൊണ്ടാണല്ലോ. ഇങ്ങനെ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നതും താൻ കൂടുതൽ സ്വീകാര്യനാകുന്നു എന്ന് ചില നേതാക്കൾ തന്നെ സ്വയം അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് അവരെ. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നടക്കുന്നതാണ്. ഇനി വർഷം ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുൻപ് തന്നെ പ്രതിഷ്ഠിക്കാനും രാഷ്ട്രീയ വിഷയങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിനകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ ആദ്യം പ്രതികരിക്കുക ആര് എന്ന രൂപത്തിലൊരു മത്സര സ്വഭാവത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട്. താങ്കളും അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ബാക്കി രണ്ടുപേരിലേക്കും വരാം. ശ്രീ എ. സജീവൻ, ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ആരെ മുന്നോട്ട് വെക്കുന്നു എന്നതിൽ ഇടപെടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ. പക്ഷേ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യനായ ആൾ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കില്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ KC വരികയാണെങ്കിൽ ഓക്കെ, KCയെ എതിർക്കാൻ ഞങ്ങളില്ല. അഥവാ KC വരുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യൻ രമേശ് ചെന്നിത്തലയാണ് എന്ന രൂപത്തിലേക്ക് ലീഗിനകത്ത് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. അങ്ങനെ ചില സൂചനകൾ ആണ് പുറത്തേക്ക് വരുന്നത്. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? തീർച്ചയായിട്ടും ലീഗ് പരസ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടോ ആര് വരണമെന്നുള്ള പരസ്യമായിട്ട് പറയാറില്ല. പക്ഷേ പലപ്പോഴും അവരുടെ താല്പര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രധാനപ്പെട്ട ഘടകവുമാണ്. നമുക്കത് അറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് മാറുന്നതിൻ്റെ കാര്യം പോലും ലീഗിന് അദ്ദേഹത്തോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ പറയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല തന്നെ പലപ്പോഴും പേടിച്ചിരുന്ന സ്വന്തം കാര്യം, തന്നെ സംഖ്യയാക്കിയിട്ട് ആരെല്ലാമോ, അദ്ദേഹം കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, സംഖ്യയാക്കി മാറ്റുന്നു. അങ്ങനെ ലീഗിൻ്റെ മുസ്ലിം പക്ഷത്ത് നിന്ന് തന്നെ അകറ്റി നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു എന്ന് രമേശ് ചെന്നിത്തല പല ആളുകളോടും പറഞ്ഞതായിട്ട് എനിക്കറിയാം. സ്വാഭാവികമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ലീഗിന് താല്പര്യമില്ലാത്ത ഒരാളെ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല, ഇപ്പം ഇപ്പോൾ നേരത്തെ ഇവിടെ സണ്ണിക്കുട്ടിയൊക്കെ പറഞ്ഞതുപോലെ ആര് വേണമെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് UDF അധികാരം കിട്ടുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ ഇനി ശശി തരൂരോ ആര് വേണമെങ്കിലും ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം നോക്കേണ്ടത്, രമേശ് ചെന്നിത്തലയുടെ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. നിങ്ങളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2021 പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയൊരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും ഉണ്ടാകും, ഞാൻ ആ രംഗത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2021 പറഞ്ഞതാണ്. 2021 അദ്ദേഹം മുഖ്യമന്ത്രിയാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റിയത് മാന്യമായ രീതിയിലല്ല, തന്നോടൊന്ന് അക്കാര്യത്തിൽ സംസാരിച്ച് തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ഈ അടുത്തുള്ള അഭിമുഖത്തിൽ പോലും പറയുന്നു. കാരണം തന്നോട് അനീതി കാട്ടിയിട്ടുണ്ട്. ആ അനീതി താൻ
എന്തായാലും ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാചകങ്ങൾ. അതാണ് ഹൈക്കമാൻഡിനോട് പറയുമെന്നുള്ളതാണ്. അപ്പോൾ അനീതി ഇപ്പോൾ അനീതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ താനിപ്പോൾ യോഗ്യനാണ്, തൻ്റെ പേര് മുന്നോട്ട് വയ്ക്കണമെന്ന് താൻ തന്നെ ആവശ്യപ്പെടും എന്നതാണല്ലോ അതിൻ്റെ സൂചന. തീർച്ചയായിട്ടും പിന്നീട് അങ്ങോട്ടേക്കുള്ള രമേശ് ചെന്നിത്തലയുടെ ഓരോ പ്രവർത്തനവും നമ്മൾ നോക്കിയാൽ അറിയാം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ അല്ല അതിന് താല്പര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ശശി തരൂരും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിൽ തുടർന്ന് നടന്ന മത്സരം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരം, ആ മത്സരത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വളരെ കുറച്ച് ആളുകളാണ് പരസ്യമായിട്ട് പ്രചരണത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത്. കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രം രമേശ് ചെന്നിത്തലയാണ്. കാരണം ഖാർഗെയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഖാർഗെയെ ജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയ ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ സ്വീകാര്യത അവിടെ ഹൈക്കമാൻഡിൽ ഒരു പിടിവള്ളി കിട്ടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമായി. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ പോലെ താക്കോൽ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് അപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കാര്യം NSS അദ്ദേഹത്തിനെ ഒരുമിച്ച് കൂട്ടി അവരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ മുഖ്യപ്രഭാഷണത്തിന് വിളിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനുള്ള NSSൻ്റെ പിന്തുണ കിട്ടുന്നു. അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്തൊക്കെ സുകുമാരൻ നായർ പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെതിരായി പറയുന്ന ഒരാളാണ് അടുത്ത കാലത്തായിട്ട് സുകുമാരൻ നായർ. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഉടനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണെന്ന് പറയുന്നത്. അതിനുശേഷം അവസാനത്തെ വരി കൂടി ശ്രദ്ധിക്കണം. ഞാൻ ചെന്നിത്തലയെയും പിന്തുണയ്ക്കുന്നില്ല, VD സതീശനെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് അവിടെ ഇവിടെയും വെറുതെ ഒന്ന് എരികേറ്റുക എന്ന ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അല്ല അതെ നമ്മളൊക്കെ വയ്ക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, VD സതീശന് പറ്റിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം മുനമ്പം കാര്യത്തിൽ ഒരു കാര്യവുമില്ലാതെ VD സതീശൻ അദ്ദേഹം പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. അതിനോട് എനിക്ക് പലപ്പോഴും യോജിപ്പുണ്ട്. അദ്ദേഹം ആ പ്രശ്നത്തിൽ പറഞ്ഞത് അതിൻ്റെ ചില അന്നത്തെ അഗ്രിമെൻറ്റുമായിട്ടൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ സതീശൻ പറഞ്ഞതായിരിക്കും ശരി. പക്ഷേ അത് ലീഗിന് വളരെയധികം താല്പര്യക്കുറവുണ്ടാക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും സലാമും ഒക്കെ മിണ്ടാതിരുന്നെങ്കിൽ പോലും പിന്നീട് ET മുഹമ്മദ് ബഷീറും അതിനേക്കാൾ ശക്തമായിട്ട് KM ഷാജിയും ഒക്കെ രംഗത്ത് വന്നു. ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെ പരസ്യമായിട്ട് വിമർശിച്ചു. മറ്റ് പല കോൺഗ്രസ് നേതാക്കന്മാരും ലീഗിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും PD സതീശൻ്റെ ആ നിലപാടിനോട് മുസ്ലിം ലീഗിന്, മുസ്ലിം സമുദായത്തിന് പൊതുവെ എതിർപ്പുണ്ട്. അങ്ങനെയുള്ള ഒരാളോട് കാണിക്കുന്ന താല്പര്യത്തെക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നു എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ജാമിയ നൂരി, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ജാമിയ നൂരിയ എന്ന് പറയുന്ന പട്ടിക്കാട് അത് സമസ്തയുടെ കീഴിലാണെങ്കിൽ പോലും അതിൻ്റെ നിയന്ത്രണം സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്തക്കാർക്കാണ്. അതായത് സാദിഖ് അലി തങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട ആളായിട്ടുള്ളത്. ബാക്കി ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ നിയന്ത്രണത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അമ്പലക്കടവിനെ പോലുള്ള ആളുകളെ, ഉമർ ഫൈസിയെ പോലുള്ള ആളുകളൊക്കെ ആ യോഗത്തിൽ സ്ഥിരമായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആളുകളെ യോഗത്തിൽ പോലും വിളിക്കാതെ മാറ്റി നിർത്തിയത്. അവിടേക്കാണ് രമേശ് ചെന്നിത്തലയെ വിളിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ലീഗ് ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഷാഫി ചാലിയം ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടേ ഇല്ല, ഞങ്ങൾ ആരും പിന്തുണയ്ക്കില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഇത്തരം താല്പര്യങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അത് കോൺഗ്രസ് എപ്പോഴും പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ശ്രീ ഷാഫി ചാലി, ഞാൻ താങ്കളിലേക്ക് അവസാനം വന്ന വേറൊന്നും കൊണ്ടല്ല, താങ്കൾ എത്രത്തോളം തുറന്നു പറയുമെന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി നിരീക്ഷണങ്ങൾ പുറത്തു വന്ന ശേഷം താങ്കൾ അതിന് മറുപടി പറയട്ടെ എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ലീഗിനെ സംബന്ധിച്ച് ലീഗിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല നിലവിലെ നേതൃത്വം എന്നൊരു പരാതി, അത് സത്യമല്ലേ? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി നന്ദി പറയാനെത്തിയ പരിപാടിക്ക് പോലും ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിച്ചില്ല. എന്ന് നോക്കൂ, ലീഗ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് UDFന്റെ പാർലമെന്ററി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്നത്. അദ്ദേഹത്തെ പോലും ക്ഷണിച്ചിരുന്നില്ല. അന്ന് ആകെ ഉണ്ടായിരുന്നത് PK ബഷീർ മാത്രമാണ്. അത് ലീഗിനകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഈ UDF യോഗങ്ങൾ വിളിച്ച് കൂട്ടുന്നില്ല UDF ചെയർമാൻ VD സതീശൻ എന്നുള്ളൊരു പരാതി ലീഗിനകത്തുണ്ട്. നേതാക്കളെ കാണുന്നില്ല. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ ഒരു സൗഹൃദം അത് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു VD സതീശൻ എന്നത് ലീഗിൻ്റെ ഒരു പരാതിയാണോ? അങ്ങനെ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ചെന്നിത്തല ആയിരുന്നില്ല, പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ശേഷം ചെന്നിത്തലയാണ് എന്ന രൂപത്തിലേക്ക് ലീഗ് മാറുന്നുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്.
ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം ഉണ്ടാവും. ആ യോഗത്തിൽ വളരെ കൃത്യമായി UDF യോഗങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ, വരാൻ പോകുന്ന UDFൻ്റെ യോഗത്തിൽ എന്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മൊത്തം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ കോൺഗ്രസുമായി UDFൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയുമായോ കോൺഗ്രസിൻ്റെ നേതാക്കളുമായോ പ്രതിപക്ഷ നേതാവുമായോ ഒരു അഭിപ്രായ ഭിന്നത ഉള്ളതായി ഇതുവരെ ഞാൻ അംഗമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പലതും തോന്നും, അത് സ്വാഭാവികമാണ്. കാരണം ഓരോ ദിവസവും പ്രത്യേകമായ വാർത്തയൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വാർത്ത സൃഷ്ടിക്കലാണ്. അപ്പോൾ അതിന് ചെറിയൊരു അംശം കിട്ടിയാൽ മതി. ആ അംശത്തിൽ നിന്നും ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു വിഷയം ഉണ്ടാക്കുക, അത്രയേ ഈ വിഷയത്തിൽ കാണുന്നുള്ളൂ. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നേതാവിനെ നിശ്ചയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ആ ഹൈക്കമാൻഡ് ഇതാണ് നേതാവ് എന്ന് പറഞ്ഞാൽ അത് ലീഗിന് സ്വീകാര്യമാണ്. അതല്ലാതെ കോൺഗ്രസിൻ്റെ അകത്ത് ഇന്ന നേതാവ് കൊള്ളാം, ഇന്ന നേതാവ് പോരാ, അങ്ങനെ ഒരു അഭിപ്രായം ലീഗ് എടുക്കാറില്ല. ലീഗ് അങ്ങനെ പരിഭവപ്പെടാറില്ല, എവിടെയും പറയാറുമില്ല. ഈ നേതൃമാറ്റ ചർച്ചകളൊക്കെ, കോൺഗ്രസിൽ നടക്കുന്ന നേതൃമാറ്റ ചർച്ചകളൊക്കെ വളരെ നല്ലതാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ പറഞ്ഞു. ആ ചർച്ചകൾ നടക്കട്ടെ എന്ന്. ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ പേരുകൾ ഉരുത്തിരിയുന്നത്. ഇനിയിപ്പോൾ ശരി, നിങ്ങൾ അങ്ങോട്ട് കയറി ഒരു അഭിപ്രായം പറയുന്നില്ല. നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ ഒരു പേര് പറയുമല്ലോ. ആ പേര് ആരുടെ ആയിരിക്കും? അതെന്തൊരു ചോദ്യമാണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ആരാകണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച് ഇങ്ങോട്ട് തരുന്ന പതിവാണുള്ളത്, അല്ലാതെ ഒരു പതിവില്ല കേട്ടോ. അല്ല, UDF യോഗം വിളിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതി, പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിക്ക് ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു പരാതി, അത് യഥാർത്ഥത്തിലുണ്ടായ പരാതി തന്നെയല്ലേ? അല്ല, അങ്ങനെ ഒരു പരാതിയില്ല. കോൺഗ്രസ് ലീഡർഷിപ്പ് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങളുടെ അറിവോടെയാണ്. പിന്നെ എല്ലാ പരിപാടിക്കും എല്ലാ നേതാക്കളും ഒരു നിശ്ചിത സ്ഥലത്ത് അവൈലബിൾ ആകണമെന്നില്ല. വയനാടൊക്കെ വളരെ സ്മൂത്താണ്. ഞങ്ങളോട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അനുദിനം ഞങ്ങളുടെ നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒരു പരിഭവവും ഒരു പ്രയാസവും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. നിലമ്പൂരുണ്ടായിട്ടും ശ്രീ വഹാബ് പങ്കെടുത്തില്ല. എല്ലാ പരിപാടിക്കും എല്ലാവരും ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അതെങ്ങനെയാ? ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വിജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ലീഗ് മുന്നിട്ടിറങ്ങി പ്രചാരണത്തിനിറങ്ങിയതാണ്. അവിടെ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളില്ല എന്ന് പറയുമ്പോൾ, നിലമ്പൂർ ഉണ്ടായിട്ടും വഹാബിനെ പോലെ ഒരു നേതാവ് പോകണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ക്ഷണം വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെ അല്ലല്ലോ സ്മൃതി അതിനെ കാണേണ്ടത്. പ്രിയങ്ക ഗാന്ധിയും സുരക്ഷാ സേനയും ഒക്കെ പാടെ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയിൽ ഒരു നേതാവിനല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ? എല്ലാവരും ആടെ കൂടി അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? അവിടെ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വയനാടിൻ്റെ ചുമതലയുള്ള ആളെ കൊടുത്തു. അതാണ് സംഭവിക്കുന്നത്. അതിന് വേറൊരു രീതിയിൽ നിങ്ങൾ ആഖ്യാനിക്കുന്നേ ശരിയല്ല. ശരി, ലീഗ് പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയുന്നതിന് പരിമിതിയുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾ അത്രയേ പറയൂ. പക്ഷേ നമ്മൾ ഈ ചർച്ച നടത്തുന്നതൊക്കെ നേതാക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേട്ടോ. ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ പറയുന്ന കാര്യത്തില് ഒരു പരിമിതി കാണിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് സ്മൃതിക്ക് അറിയാലോ. അതെ അതെ, പക്ഷെ പാർട്ടിയുടെ കാര്യത്തിലുണ്ട്. പാർട്ടിയുടെ കാര്യത്തിൽ സംയമനമുണ്ട്. വെട്ടിത്തുറന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ കാര്യത്തിലൊക്കെ നല്ല സംയമനമാണ്. ഒരു പരിമിതിയും ആ കാര്യത്തിലില്ല. ശരി ശരി, ശ്രീ NP ചെക്കുട്ടി ഇല്ലെന്നേ. ശ്രീ NP ചെക്കുട്ടി, ലീഗിനെ സംബന്ധിച്ച് അധികാരത്തിൽ വരിക എന്നത് പ്രധാനം തന്നെയാണ്. ഈ 2 ഘട്ടങ്ങളിലായി 10 വർഷമായി അധികാരമില്ല എന്നത് ലീഗിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണല്ലോ. ഒരു ഘട്ടത്തിലൊക്കെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വിമർശനം നടത്താൻ പോലും PK കുഞ്ഞാലിക്കുട്ടി വിമുഖനായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇനി ലീഗിൻ്റെ പ്രാധാന്യം ഉയർത്തുക, ഇനിയിപ്പോൾ ഒരു സർക്കാർ വരുമ്പോൾ ലീഗിന് പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട റോള് വേണം എന്ന രൂപത്തിലേക്കൊക്കെ ലീഗിനകത്ത് ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന രൂപത്തിൽ പോലും ചർച്ചകൾ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ NP ചെക്കുട്ടി, എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു,
CH ശേഷം പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് പോലും എത്തിയില്ല. ഒരു 5ാം മന്ത്രി സ്ഥാനം പിന്നീട് എങ്ങനെ കലാശിച്ചു എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അർഹതപ്പെട്ടത് ചോദിച്ചു നേടുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ലീഗ് ഇതിനകം എത്തിക്കഴിഞ്ഞു. താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, അങ്ങനെ ഒരു ലീഗ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോൺഗ്രസുമായിട്ടൊരു ഒരു ഒരു വാശിയോടുകൂടി അല്ലെങ്കിൽ ഒരു സമ്മർദ്ദനന്തം പ്രയോഗിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ വാങ്ങേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. യഥാർത്ഥത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് നേരത്തെ മുൻകാലങ്ങളിൽ അവർക്ക് പ്രശ്നങ്ങളുള്ള സമയത്ത് അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ലീഗ് അനാവശ്യമായിട്ട് സമ്മർദ്ദം പ്രയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. 5ാം മന്ത്രി അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ 5ാം മന്ത്രി യഥാർത്ഥത്തിൽ ആദ്യത്തിനെ കൊടുക്കേണ്ടതായിരുന്നു. അത് പിന്നീട് രണ്ടാമത്തെ വീണ്ടും അത് പിന്നീട് കൊടുത്തത് കൊണ്ടുണ്ടായ ചില സാങ്കേതികമായ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ആ മന്ത്രിസഭയെ കുളത്തിലിറക്കിയത്, UDF ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയെ. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് എല്ലാ കാലത്തും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അവർ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് AK ആൻ്റണി ഒരു വലിയ പ്രസ്താവന നടത്തി ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കി കൊണ്ടുവേണം ന്യൂനപക്ഷങ്ങൾ പെരുമാറേണ്ടത് എന്ന മട്ടിൽ അദ്ദേഹം 2003-2004 എറണാകുളം ബൈ ഇലക്ഷൻ്റെ സമയത്ത് മറ്റേ ഈ ഈഡൻ്റെ ഹൈബി ഈഡൻ്റെ ഫാദറിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ അന്ന് ആ ആൻ്റണിയുടെ പ്രസ്താവന വന്നപ്പോൾ അത് ലീഗിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു നിലപാടായിരുന്നു. വളരെ ശക്തമായിട്ട് തന്നെയാണ് അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിനോട് റിയാക്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഈ നിലപാട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഈ നിലപാടിനോട് ഞങ്ങൾ വിയോജിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ പുറത്തേക്ക് വരും, ആൻ്റണി മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകാൻ പോലും തയ്യാറാവും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ലീഗ് പലപ്പോഴും തങ്ങളുടെ നിലപാടുകൾ പറയാറുണ്ട്. 5ാം മന്ത്രിയുടെ കാര്യത്തിൽ പിന്നെ അന്ന് ലീഗ് പ്രസിഡന്റ് തന്നെ 5ാം മന്ത്രി അങ്ങ് പ്രഖ്യാപിക്കേണ്ടായത്. അപ്പോൾ ആ തരം കാര്യങ്ങളിലൊക്കെ തന്നെ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ തങ്ങളുടെ നിലപാടുകൾ, താല്പര്യങ്ങൾ വാങ്ങിച്ചെടുക്കാൻ അവർക്ക് ശേഷിയുണ്ട്. മാത്രമല്ല CH ശേഷം നമ്മൾ വേറൊന്ന് നോക്കിയാൽ CH 53 ദിവസമാണെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സ്റ്റേച്ചറുള്ള ലീഡർ പിന്നീട് കുറേ കാലം ലീഗിൽ ഉണ്ടായിരുന്നില്ല. CH ശേഷം ഒരു വാക്വമായിരുണ്ടായിരുന്നത്. കാരണം പുതിയ ലീഡേഴ്സ് വന്നു, ആ പുതിയ ലീഡേഴ്സിന് CH ലെവലിലേക്ക് വന്നില്ല. പക്ഷേ ഇന്ന് കുഞ്ഞാലിക്കുട്ടി ആ നിലയിലുള്ള സ്റ്റേച്ചറുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. കേരളത്തിൻ്റെ UDF മണ്ഡലത്തിൽ നോക്കിയാൽ, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 4-5 ഏറ്റവും സീനിയർ മോസ്റ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ പേര് പറഞ്ഞാൽ അതിനകത്ത് ഒരാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിസഭ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയോ ഉപമുഖ്യമന്ത്രി പദവിയോ ന്യായമായിട്ട് അവകാശപ്പെടാം. മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയെ കിട്ടുക കോൺഗ്രസിനായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഉപമുഖ്യമന്ത്രി പദവി പോലെ സംഗതികൾ അങ്ങനെ സമ്മർദ്ദമില്ലാതെ തന്നെ ലീഗിന് ഓഫർ ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കോൺഗ്രസുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ മന്ത്രിസഭയായിട്ട് വരാനിരിക്കുന്ന മന്ത്രിസഭയായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കത്തിലേക്ക് പോകുന്നു, സമ്മർദ്ദത്തിന് വേണ്ടി അവർ തയ്യാറാവുന്നു എന്ന നിലയ്ക്കുള്ള ഒരു വിശകലനത്തിനോട് ഏത് നേതാവിന്റെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയാൽ നല്ലത്, ആ നേതാവിനെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൽ കുറച്ചുകൂടി സ്വീകാര്യനാകുന്ന നേതാവ് ആകും എന്നുള്ളൊരു ചർച്ച സ്വാഭാവികമായും അതിനകത്ത് ലീഗ് നടത്തുമല്ലോ. അതുണ്ടാവുമായിരിക്കും. കോൺഗ്രസിനകത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനവും സതീശിൻ്റെ പ്രതിപക്ഷ നേതൃത്വവും ഞാൻ 2 നിലയിൽ നോക്കിക്കാണുന്നതാണ്. രണ്ടുപേരും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുള്ള ആളുകളാണ്. ആരാണ് വേണ്ടതെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ എന്നല്ലാതെ ലീഗുകാരെ കാര്യത്തിൽ പോയിട്ട് സമ്മർദ്ദം ചെലുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് വരാം. ഇടവേളയ്ക്ക് ചർച്ചയിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുനമ്പം വിഷയത്തിൽ എടുത്തടിച്ച പോലെ അത് വഖഫ് ഭൂമിയല്ല എന്ന VD സതീശൻ പറഞ്ഞ് ലീഗിനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ലീഗ് അക്കാര്യത്തിൽ ഒന്നും പറയാതെ അവിടെ താമസിക്കുന്നവരെ പുറത്തേക്ക് മാറ്റരുത്, അവരുടെ താമസ സ്ഥലം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ബ്ലണ്ടായി പറഞ്ഞു കളഞ്ഞു VD സതീശൻ. അത് ലീഗിനെ കുറച്ച് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതൊരു പ്രധാന വിഷയമാണ് എന്ന് തന്നെ ലീഗ് കരുതുന്നുണ്ട്. അപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സംഘടനകളുടെ പരിപാടികളിലേക്കൊക്കെ ക്ഷണിതാവാകുന്നുണ്ട് VD സതീശൻ. അത് വിവിധ വിഭാഗങ്ങളുടെ പരിപാടികളിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ VD സതീശൻ ആ രീതി എടുത്തത് ശരിയായില്ല എന്നൊരു തോന്നൽ ലീഗിനെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാകില്ലേ? ഇനിയിപ്പോൾ വിവിധ പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത്, ഇപ്പോൾ ഇജാമിയ പരിപാടിയാണെങ്കിൽ കഴിഞ്ഞ തവണ
ക്ഷണിതാവായിരുന്നത് വി.ഡി. സതീശനാണ്. ഇത്തവണ രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോൾ എല്ലാ തവണയും ഒരാളെ തന്നെ ക്ഷണിക്കണോ? അന്ന് ഇത് അത്ര ചർച്ചയായില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ചർച്ചയാക്കുന്നതും ഈ നേതാക്കൾ തന്നെയാണല്ലോ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ചർച്ചകൾ ഇതിപ്പോൾ മാധ്യമങ്ങൾ വെറുതെ എടുത്ത് ചർച്ച ചെയ്യുകയല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ സണ്ണിക്കുട്ടി. സ്മൃതി, നമ്മൾ രമേശ് ചെന്നിത്തല അടുത്ത UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകണമെന്ന് സ്മൃതിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയല്ല, ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് രമേശ് ചെന്നിത്തല ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതാവാണെന്നും മറ്റും പറയരുത്. അദ്ദേഹത്തിന് പണ്ടങ്ങനെ ഒരു അക്കടി പറ്റിയതാണ്. അതായത് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഈ താക്കോൽ സ്ഥാനം ചോദിച്ചപ്പോഴാണ് നല്ല ഒന്നാന്തര പ്യുവർ വൈറ്റ് കോൺഗ്രസ്സുകാരനായ രമേശ് ചെന്നിത്തല ഖദറിനടിയിൽ കാക്കിയാണ് ഇടുന്നതെന്നുള്ളൊരു ആക്ഷേപം വന്നത്. അദ്ദേഹം വർഗീയവാദിയാണെന്നുള്ളൊരു ആക്ഷേപം വന്നത്. അപ്പോൾ ഇപ്പം ഇനി ലീഗ് പറഞ്ഞാൽ കേൾക്കുന്ന കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാവ് രമേശാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ചാൻസസൊക്കെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുകയുള്ളൂ. പഴയ കേരള രാഷ്ട്രീയമല്ല, പണ്ട് UDFും LDFും മാത്രമായിരുന്ന ഒരു കാലത്തെ രാഷ്ട്രീയമല്ല. ഇപ്പം BJP വളരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ചാപ്പ കുത്തരുതെന്ന് ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സ്മൃതിയോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഈ ജാമിയ നൂരിയ ഒരു ചടങ്ങിന് വിളിക്കുന്നു. നേരത്തെ സതീശനാണ് പോയത്, ഇത്തവണ രമേശിനെ വിളിക്കുന്നു. അതൊരു പക്ഷേ നമ്മുടെ ഈ മുനമ്പം പ്രശ്നത്തിൽ ഒരു നിലപാട് വളരെ ധൈര്യത്തോടു കൂടി ഒരു നിലപാട് എടുത്തതിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ടാണല്ലോ സതീശൻ ഈ ചടങ്ങിൽ അല്ലെങ്കിൽ സമസ്തയുടെ ലീഗിൻ്റെ ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതെങ്കിൽ അതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന രമേശ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് സ്മൃതി, രമേശിന് ഈ മുനമ്പം വിഷയത്തിലുള്ള നിലപാടെന്താ? സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് സതീശനെ ഒഴിവാക്കുന്നു എന്നാണല്ലോ ഒരു വാദം. അപ്പോൾ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുന്ന രമേശിൻ്റെ ഈ മുനമ്പം പ്രശ്നത്തിലുള്ള നിലപാട് എന്താണെന്നൊന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിപ്പോർട്ടേഴ്സിനോട് ഇനിയും രമേശുമായിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കണം, അത് വഖഫ് ഭൂമിയാണെന്നാണോ അദ്ദേഹം വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ആ ഭൂമി കൈവശം വെച്ച് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ആ ഭൂമിയിന്മേൽ യാതൊരു അവകാശവും അധികാരവും ഇല്ലെന്നാണോ? അപ്പോൾ അതുകൂടെ പറയണമല്ലോ നമ്മൾ ഈ സതീശൻ്റെ ഈ നിലപാടിനെ പറ്റി പറയുമ്പോൾ. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ടത് ഉണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്ന്. അതുവരെ ഇവിടുത്തെ CPM പിണറായി വിജയൻ വരൂ സഖി വരൂ എന്നവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നാൽ എന്തും തരാം, BB ആക്കിക്കൊള്ളാം എന്ന് CPM പറഞ്ഞുകൊണ്ടിരുന്നതാ. ഇപ്പം CPMൻ്റെ നിലപാടെന്താ? ലീഗിനോടുള്ള നിലപാടെന്താ? അല്ലെങ്കിൽ ന്യൂനപക്ഷ സംഘടനകളോടുള്ള നിലപാടെന്താ? ഭൂരിപക്ഷക്കാരുടെ റാലി കഴിഞ്ഞ് എവിടെയാണ് നടത്താൻ പോകുന്നതെന്ന് നടത്തിയെന്ന് പറയുന്നത് കേട്ടു. അവരുടെ നിലപാട് മാറി. ഇപ്പോൾ ലീഗിന് ഉള്ളൊരു ഓപ്ഷൻ, ലീഗിന് ഞാനിത് പറയാൻ കാര്യം സ്മൃതി, പിന്നെ ഇപ്പോൾ നമ്മുടെ ചെക്കുട്ടിയോട് ചോദിച്ച ചോദ്യത്തിൽ ലീഗ് വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഒരു അറ്റാക്കിംഗ് മൂഡിലേക്ക് വരികയാണോ, മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമോ, അല്ലെങ്കിൽ ഡിമാൻഡുകൾ വയ്ക്കുമോ പതിവില്ലാത്ത രീതിയിൽ എന്ന ചോദ്യം വന്നുകൊണ്ടാണ്. ഇപ്പോഴതിന് പറ്റിയൊരു ബാല്യമൊന്നും ലീഗിനില്ല. ലീഗിൻ്റെ ശക്തിയൊന്നും കുറഞ്ഞെന്ന് ഞാൻ പറയത്തില്ല, ലീഗ് അതേപോലെ അതിന് ശക്തിയുണ്ട്. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, UDF വിട്ടാൽ അവരെ സ്വീകരിക്കാൻ മറ്റൊരു മുന്നണി ഉണ്ടായിരുന്നു. ഇപ്പോഴാ ആ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഈ നിലവിലെ ഏത് സമയം ലീഗ് വരില്ല എന്ന് ഉറപ്പിച്ചതോടുകൂടിയാണല്ലോ ലീഗിനെതിരെ തിരിഞ്ഞത് CPIM. അതാ പറഞ്ഞത്. അല്ല സ്മൃതി, നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോകരുത് ഇതെപ്പോൾ വേണേലും മാറാം എന്നുള്ളത്. എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ മാറിയ നിലപാടിലേക്ക് എത്തിയെന്നുള്ളത് ആലോചിക്കണം. അതായത് ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർട്ടിയുടെ വിലയിരുത്തലിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൗരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആ കാമ്പയിനിൽ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിൽ രണ്ടും കൽപ്പിച്ചൊരു നിലപാടെടുത്തത് അവർക്ക് ദോഷമായി എന്ന് CPMനുള്ളിൽ നടന്ന ചർച്ചയാണത്. അതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് വളരെ ആലോചിച്ച് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വക്താവാരായിരുന്നു പിണറായി വിജയനായിരുന്നു. പക്ഷെ പിണറായി വിജയൻ തന്നെ നേതൃത്വം കൊടുത്ത് ഇപ്പം മറ്റൊരു രാഷ്ട്രീയ ലൈൻ എടുത്തിരിക്കുക.
അത് മറക്കരുത്. അത് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടെന്ന് നാളെ അങ്ങ് മാറിപ്പോകുന്നൊന്നുമല്ല. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. പണ്ട് ലീഗിനെ വേണ്ടായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്. ലീഗ് ഇപ്പോഴും വർഗീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമി നന്നായി കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്മൃതി, ഇതൊക്കെ പുറമേക്ക് പറയുന്ന കാര്യങ്ങളാണ്. ലീഗിനകത്ത് ജമാഅത്തെ ഇസ്ലാമി കയറിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചു CPM ജയിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് ഈ മുരളി പറയുന്ന പോലെ, കെ മുരളീധരൻ പറയുന്ന ഒരു ധൈര്യമായിട്ട് പറയാത്തത്? അപ്പോൾ ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷ വോട്ടാണ് വേണ്ടത്. സ്മൃതി, കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. CPMനുള്ളിൽ ഇപ്പോൾ വളരെ താഴെ തട്ടിൽ വളരെ നിശബ്ദമായി നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ജില്ലാ സമ്മേളനങ്ങളൊക്കെ ആയാലും 4-5 സീറ്റ് BJPക്ക് കൊടുത്താൽ എന്താ, നമുക്ക് മൂന്നാമത് അധികാരം കിട്ടുന്നതല്ലേ പ്രധാനം. ആ രീതിയിലേക്ക് ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലീഗ് ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർ നന്നായിട്ട് ഇത് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും തന്നെയാണ് പ്രാധാന്യം കൊടുത്തത്. അതാണ് പ്രശ്നം. പത്രിക സമർപ്പിക്കാൻ പോയപ്പോഴുണ്ട് വലിയ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചില്ല എന്ന്. അതാണ് അവരുടെ പരാതി. അല്ല, അതൊക്കെ പിന്നെ ഷാഫി പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ ആ വണ്ടിയിൽ ലീഗിന് ഇത്ര പ്രതിനിധി ഉണ്ടായുള്ളൂ, അല്ലെ ഇത്ര പേരുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞൊന്നും അല്ല. കേരളത്തിൻ്റെ UDF അധികാരത്തിൽ വരാൻ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. യാതൊരു സംശയം ഉടനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു വാക്കൂടെ പറയാം. പണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന 2 ഗ്രൂപ്പുകളാണ്. ആന്റണി കരുണാകരൻ, അല്ലെങ്കിൽ ആന്റണിയും കരുണാകരൻ, അല്ലെങ്കിൽ കരുണാകരനും ഉമ്മൻചാണ്ടിയും രമേശ്. അതൊക്കെ പോയി. ശരി, അത് പോയി. ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ. ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചവർ, ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചവർ ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് AICC നേതൃത്വം പരിഗണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ശരി, ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കാണിച്ചിരിക്കുന്നത് VD സതീശനാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ വിജയമുണ്ടായിരിക്കുന്നു. ശരി തന്നെ. പക്ഷേ ഈ പറയുന്ന പോലെ സാമുദായിക സംഘടനകൾ അങ്ങനെ ഒരു ഏകാഭിപ്രായത്തിൽ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അത് ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുകയില്ല എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എത്രത്തോളം ശരിയാകും? അതിനു കൂടി ഒരു മറുപടി. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നോടാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സമ്മർദ്ദം ചെലുത്തിയ ഉടനെ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തിയ ഉടനെ കോൺഗ്രസ് അങ്ങ് അനുസരിക്കുമോ? അതാ ഞാൻ ചോദിക്കുന്നത്, അനുസരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. വരാം ശ്രീ. അല്ല ഞങ്ങൾക്ക് ഇന്ന ആളാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വേണ്ടത് എന്ന് അവരങ്ങോട്ട് പറഞ്ഞാൽ ഹൈക്കമാൻഡ് അതൊക്കെ കേൾക്കാതിരിക്കുക. ഒരു സംഘടനയല്ലല്ലോ ശ്രീ സജികുട്ടി, ഒരു സംഘടനയല്ല, വിവിധ സംഘടനകൾ ഒരുമിച്ച് എന്ന മട്ടിലാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാമുദായിക സംഘടനകൾ ഇടപെട്ട ഒരു കാര്യം പറ. ലീഗ് ഇടപെട്ട ഒരു കാര്യം പറ. നമ്മുടെ ലീഗിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. ലീഗ് ഇടപെട്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെട്ട ഒരു കാര്യം പറ. ഇപ്പം എന്നെയൊക്കെ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്നത് ചെക്കുട്ടി അതിനെക്കുറിച്ച് ഒരു നല്ല മനോഹരമായ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ലീഗിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കൂ. ഒരു തവണ ഉണ്ടായിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ലീഗ് അല്ലെങ്കിൽ NSS അല്ലെങ്കിൽ SNDP ഇവരുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇവരുടെ സമ്മർദ്ദം? അന്നൊന്നും ഇല്ലാത്തത് ഇപ്പോൾ ഹൈക്കമാൻഡിനാണ് ഇപ്പോൾ കൂടുതൽ. ഞാൻ പറഞ്ഞില്ല, ഹൈക്കമാൻഡാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കോൺഗ്രസിലെ സ്ഥിതി മാറി, അപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും, അത്ര തന്നെ. ശ്രീ സജീവൻ, ലീഗ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോകുക, ഇന്ന ആളെ മുഖ്യമന്ത്രിയാക്കണമെന്ന സമ്മർദ്ദത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. അങ്ങനെ ചെയ്യുമെന്ന് ശ്രീ ഷാഫി, ഞാൻ വരാം. അങ്ങനെ ചെയ്യുമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ കൂടുതൽ സ്വീകാര്യനാകാൻ നേതാക്കൾ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ഇപ്പോൾ പാണക്കാട് തങ്ങൾക്ക് നല്ല ബന്ധമെന്ന് പറയുന്നു. ലീഗിനെ സംബന്ധിച്ച് ലീഗിനകത്ത് ചില സമവാക്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന ആ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആവശ്യങ്ങളും പറയേണ്ട കാര്യങ്ങളുമൊക്കെ തങ്ങളിലേക്ക് നേരിട്ട്, ലീഗിൽ നിന്ന് തന്നെ തങ്ങളിലേക്ക് നേരിട്ടെത്തുകയും സാദിഖ് അലി തങ്ങൾ കൃത്യമായി രാഷ്ട്രീയത്തിൽ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഒരു ചർച്ചയും തീരുമാനങ്ങളുമൊക്കെ സാദിഖ് അലി തങ്ങൾ എടുക്കുമ്പോൾ സാദിഖ് അലി തങ്ങൾക്ക് ആരോടാണ് അടുപ്പം എന്നൊരു ചോദ്യം കൂടി അവിടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അടുപ്പത്തെക്കുറിച്ച് താങ്കളുടെ ഒരു ബോധ്യം എന്താണ്? ആ അടുപ്പം ആ രൂപത്തിൽ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ചോദ്യം വന്നാൽ ഒരു പേര് പറയുമോ എന്നൊക്കെയുള്ള വിഷയമുണ്ട്. അല്ല, ഇത് പേര് പരസ്യമായിട്ട് പറയണമെന്നില്ല. നമ്മൾ നോക്കേണ്ട താല്പര്യങ്ങളാണ്. ഇവിടെ ഷാഫി പറഞ്ഞു ഞങ്ങൾക്ക്
മുസ്ലിം ലീഗിന് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനോടോ ആരോടെങ്കിലും എതിർപ്പുണ്ടായിട്ടുണ്ടോ, അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. മുനമ്പം വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ ബ്ലണ്ടായിട്ടാണ് ഈ വി.ഡി. സതീശൻ അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞത്. ആ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ വിഷയമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാദിഖ് അലി തങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല, കുഞ്ഞാലിക്കുട്ടി ഒന്നും പറഞ്ഞില്ല, സലാം പറഞ്ഞില്ല. പക്ഷേ അതിരൂക്ഷമായിട്ട് പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് ഷാജി പ്രസംഗിച്ച് നമ്മൾ കണ്ടാണല്ലോ. ഇ.ടി. മുഹമ്മദ് ബഷീർ പ്രതികരിച്ച് നമ്മൾ കണ്ടാണല്ലോ. മറ്റ് പല ഈ മുസ്ലിം ലീഗ് പോട്ടെ, മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യാറുള്ള സാമുദായിക സംഘടനകളിൽപ്പെട്ട ആളുകൾ, അങ്ങനെ നേതാക്കന്മാർ, സുന്നി വിഭാഗത്തിൽപ്പെട്ട 2 സുന്നി വിഭാഗവും, അല്ല ഒരു സുന്നി ലീഗിനെ പിന്തുണയ്ക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, 2 സുന്നി വിഭാഗവും ശക്തമായിട്ട് വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ വളരെ അത് വഖഫ് ഭൂമിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു. മുജാഹിദുകൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞു. ഇങ്ങനെ എല്ലാ ആളുകളും പറയുമ്പോൾ ഇത് വളരെ വി.ഡി. സതീശൻ്റെ നിലപാട് ശരിയല്ല എന്ന് അവരിപ്പോഴും, സതീശനാണെന്ന് നിലപാട് മാറ്റിയിട്ടില്ല, ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം നിലപാട് മാറ്റിയില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യം, ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ കൂടുതൽ UDFൻ്റെ ചെയർമാനാണല്ലോ. UDFൻ്റെ കൺവീനറായിട്ടുള്ള എം എം ഹസനോട് ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ അത് UDFൻ്റെ അഭിപ്രായമല്ല, കോൺഗ്രസിൻ്റെയും അഭിപ്രായമല്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് UDFൻ്റെ ചെയർമാൻ പറഞ്ഞ കാര്യത്തെയാണ് അദ്ദേഹം തള്ളി പറഞ്ഞത്. ഇനി ഇവിടെ നേരത്തെ സണ്ണിക്കുട്ടി ചോദിച്ചല്ലോ എന്താണ് ഈ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എന്ന്. ഇതേ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു വിഷയമാക്കേണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ്, അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. സത്യസന്ധമായ നിലപാടാണോ ശ്രീ എ സജീവൻ? സത്യസന്ധമായ നിലപാടാണോ, പ്രായോഗിക രാഷ്ട്രീയമാണോ വിജയിക്കുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വഖഫ് ഭൂമി മുനമ്പം കാര്യത്തിൽ മുനമ്പത്തിൻ്റെ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ അഗ്രിമെൻ്റാണ്. കണ്ടീഷണൽ അഗ്രിമെൻ്റ് ഒരിക്കലും വഖഫ് ഭൂമി ആവില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ അതാണ് സത്യത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അദ്ദേഹം എതിർപക്ഷത്തേക്ക് കൊണ്ടുപോവുകയാണ്, എതിരാളികളാക്കി മാറ്റുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടാണല്ലോ. E.K. സുന്നിയാണെങ്കിലും AP സുന്നിയാണെങ്കിലും മുജാഹിദുകൾ എല്ലാ വിഭാഗങ്ങളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ എല്ലാ വിഭാഗത്തിൻ്റെയും നേതാക്കന്മാർ അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെയാണ് സതീശൻ്റെ നിലപാട് ഇപ്പോഴും മാറാതെ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അതാണ്, വി.ഡി. സതീശൻ്റെ ആ നിലപാട് അത് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെടുത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ, ഇനി മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചു എന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒരു ന്യായീകരണം ഉണ്ടായി. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞെടുത്ത് മാറിയിട്ടില്ല. അവിടെയാണ് ഷാജിയെപ്പോലുള്ള ആളുകളൊക്കെ ശക്തമായിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാണോ, ശരിയായൊരു നിലപാട് ഉറച്ചു നിൽക്കുന്ന നിലപാടാണ്, ആദർശപരമായിട്ടുള്ള നിലപാടാണോ, പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ട നിലപാട് അതാണോ, അത് ശരിയെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞു 2021 പറഞ്ഞ കാര്യം, ഈ രംഗത്തേക്കുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ ഞാൻ ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അത് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ നടത്തുന്നത് ശരി. അതിനർത്ഥം 2026 രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആവുന്നുള്ളതല്ല. അതാവോ ഇല്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെതായ നീക്കങ്ങൾ നടത്തുന്നു. ആ നീക്കങ്ങളിൽ നമ്മൾ ചർച്ചകൾ നടത്തുന്നു. ആ നീക്കങ്ങളിൽ എത്രത്തോളം അദ്ദേഹം വിജയിക്കുന്നു എന്നതും പ്രധാനമാണ്. ശ്രീ ഷാഫി ചലിയം, താങ്കൾ എന്താണ് പറയാൻ ഊന്നിയത്? താങ്കൾ എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉറച്ചൊരു മറുപടി നൽകുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിലൊന്ന്, മുനമ്പം വിഷയത്തിലെ കാര്യത്തിലൊന്ന് പറയാമോ? ഞാൻ ആദ്യം അതിലേക്ക് ഞാൻ വരാം. സ്മൃതിയും അതേപോലെ തന്നെ ചേക്കുട്ടിയും പറഞ്ഞതിൽ വസ്തുതാപരമായ 1-2 പെശകിട്ട്. CH ശേഷം ഉപമുഖ്യമന്ത്രി പദം പിന്നെ ലീഗിൽ ആരിലേക്കും വന്നില്ല എന്നത് തെറ്റാണ്. ഔക്കാദർ കുട്ടി നഹ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഉപമുഖ്യമന്ത്രി പദം PK കുഞ്ഞാലിക്കുട്ടി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. അല്ല, ലീഗിനത് നിഷേധിച്ചിട്ടില്ല. ലീഗിന് ഏത് സമയവും അതെടുക്കാം. കാരണം PK കുഞ്ഞാലിക്കുട്ടി 90കളിൽ മന്ത്രിയാകുന്ന സമയത്ത് നേരത്തെ ഉപമുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നവരൊക്കെ വെരി സീനിയർ ആളുകളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് എടുക്കാനൊരു പ്രയാസം. അതല്ലാതെ ഉപമുഖ്യമന്ത്രി പദം എന്ന സാധനം അത് ഏത് സമയവും ലീഗിന് വേണം എടുക്കാം. ലീഗ് അത് വേണ്ടാന്ന് വെച്ചതാണ്. മറ്റൊരു കാര്യം, ചേക്കുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് AK ആൻ്റണിയുടെ പ്രസ്താവനയാണ്. വളരെ തെറ്റിദ്ധാരണപരമായ ഒരു ഭാഗമാണത്. അതിനോട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് തെറ്റാണ്.
AK ആൻ്റണി ഡൽഹിയിൽ നിന്ന് വിമാനം വഴി തിരുവനന്തപുരത്ത് എത്തുന്നു. ഈ എത്തുന്ന ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്തായിരുന്നു ആ പ്രാധാന്യം? സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന ദിവസമാണ്. പുഷ്പഗിരി കോളേജുമായി ബന്ധപ്പെട്ട്, സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് അനുകൂലമായും സർക്കാരിനെതിരായുള്ള സുപ്രീം കോടതിയുടെ വിധി വന്ന ദിവസം ആ വിധിയോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? 50-50 എന്ന ഒരു ഉറപ്പിന്മേൽ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് സ്വാശ്രയ കോളേജ് വാങ്ങാം, കിട്ടിക്കഴിഞ്ഞാൽ പിന്നാലെ കോടതിയിൽ പോയി ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് നിഷേധിക്കുക. ഇത് ഈ ന്യൂനപക്ഷം എന്ന ന്യൂനപക്ഷമാണെന്ന് കരുതി ഭൂരിപക്ഷത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ന്യൂനപക്ഷ അവകാശത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞതാണ് വിഷയം. അതിന് അഹമ്മദാണ് മറുപടി കൊടുക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ. അതായത് മൊത്തം ന്യൂനപക്ഷങ്ങളെ മുഖ്യമന്ത്രി ആൻ്റണി എന്ത് ചെയ്തരുത്, സംശയത്തിന് നേരിലാക്കരുത്. ആരാണ് ഇവിടെ അവകാശങ്ങൾ കവർന്നിടുന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ശരി. പിറ്റേ ദിവസം ആൻ്റണി തന്നെ പുഷ്പഗിരി കോളേജ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിനോട് കാണിച്ച ചതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തിരുത്തി വായിക്കണം. ഒന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ചോദിച്ച മുനമ്പം വിഷയത്തിൽ സതീശൻ്റെ നിലപാട് ഞാൻ വളരെ കൃത്യമായി പറയാം. മുസ്ലിം സംഘടനകളുടെ ഏകോപന സമിതി യോഗം വിളിച്ചു. ആ യോഗം എടുത്തൊരു തീരുമാനമുണ്ട്. ആ യോഗത്തിൽ വഖഫ് ആണെന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനകൾ അതിലുണ്ട്, വഖഫ് അല്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനയുണ്ട്. അതുകൊണ്ടാണ് അതിനെ നിയമപരവും വസ്തുതാപരവുമായ വിഷയം നോക്കി സർക്കാർ തീരുമാനിക്കണമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ വഖഫ് ആണ് അല്ല എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യം ഉണ്ടാകുകയാണെങ്കിൽ വഖഫ് അല്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനകൾ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്, അവരോടും ദേഷ്യം വേണ്ടേ? അതൊന്നൊരു വിഷയമല്ല. ആ വിഷയ സംബന്ധിച്ച് വി ഡി സതീശൻ പറഞ്ഞത് നന്നായി എന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ? അങ്ങനെ പറയില്ല, രണ്ടും പറയാം. വഖഫ് ആണെന്ന് അഭിപ്രായമുള്ളവർ വഖഫ് അല്ല എന്ന് പറഞ്ഞത് അതൊക്കെ അവരവരുടെ വീക്ഷണങ്ങളാണ്. ആത്യന്തികമായ നിയമപരവും വസ്തുതാപരമായ വിഷയം നോക്കി സർക്കാർ തീരുമാനിക്കട്ടെ. ലീഗിന്റെ അഭിപ്രായം അതാണ്, നിയമപരവും വസ്തുതാപരമായ. അതാണല്ലോ ഞാൻ പറയണത്. ലീഗിന്റെ അഭിപ്രായമാണ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. നിയമപരമായും വസ്തുതാപരമായും എന്താണെന്നുള്ളത് സർക്കാർ. ഇപ്പം വഖഫ് ഭൂമിയല്ലേ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം. സുപ്രീം കോടതി എന്താ ചെയ്ത്? സുപ്രീം കോടതി അതെടുത്ത് ആർക്ക് കൊടുത്ത്? ക്ഷേത്രം ഉണ്ടാക്കാൻ കൊടുത്തു. അപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് പള്ളിക്ക് വേറെ കൊടുക്കാൻ പറഞ്ഞു. മുസ്ലിം പേഴ്സണൽ ബോർഡ് എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. ഏത് വഖഫാണെങ്കിലും ഇന്ത്യ രാജ്യത്തിന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണ്ടേ? അതേമാതിരി ഇവിടുത്തെ കോടതി പറയട്ടെ വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ തീരുമാനം, ആണ് എന്ന് പറഞ്ഞാൽ അതാണ് തീരുമാനം. ശ്രീ എ സജീവൻ, താങ്കൾ കൈപൊക്കിയതുകൊണ്ട് പെട്ടെന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് ഷാഫി പറഞ്ഞല്ലോ, ഇത് ലീഗിൻ്റെ അഭിപ്രായം രണ്ടാണെങ്കിലും സർക്കാർ തീരുമാനിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഷാജി പറഞ്ഞതും ET മുഹമ്മദ് ബഷീർ പറഞ്ഞതും തെറ്റാണ്. അത് വഖഫ് ഭൂമിയാണ്, അത് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്, അതിനെതിരെ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞതിനോട് ഷാഫി യോജിക്കുന്നുണ്ടോ? അല്ല, പരസ്യ പ്രതികരണം വിലക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളെ പറയാം. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഷാജി സാഹിബിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ ET ബഷീർ സാഹിബിൻ്റെ പ്രസംഗവും ഞങ്ങൾ ചർച്ച ചെയ്ത് അതിന് മുകളിൽ സാദിഖലി തങ്ങൾ ഒരു തീരുമാനമെടുത്തു. ആ സാദിഖലി തങ്ങൾ ആ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ അല്ല, അതൊക്കെ നിങ്ങളുടെ ദൃഷ്ടിയാണ്. മനസ്സിലായോ? ചർച്ചകൾ നടന്നിട്ടുണ്ട്, മനസ്സിലായോ? ചർച്ചകൾ എന്നും നമ്മളെ പാർട്ടിയിലുണ്ട്. നിങ്ങൾക്ക് ഒരു പരിഹാസമാണ് ഞങ്ങൾ ബിരിയാണി നിന്ന് പോരില്ല, ചർച്ച നടത്തലില്ല. ഇപ്പോൾ ചർച്ച നടത്തി നിങ്ങൾ സമ്മതിച്ചല്ലോ. അതിരൂക്ഷമായ ചർച്ച നടന്നിട്ടുണ്ട് ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും. അവസാനം തങ്ങളൊരു തീരുമാനം എടുത്തു. അത് എന്താണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയത് പോയി തപ്പരുത്. അതാണ് അന്തിമം. ഓക്കെ, ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ഇനിയും പരിപാടികളിലുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പരിപാടികളുണ്ട്. അപ്പോൾ വീണ്ടും ഈ ചർച്ചകൾ തുടരേണ്ടി വരും. ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ NP ചെക്കുട്ടി, A സജീവൻ, ഷാഫി ചാലിയം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.